ഈ മുസ്ലിം ലീഗ് ഫിഷറീസ് വകുപ്പ് ഏറ്റെടുക്കണമെന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷനായ STU ആവശ്യപ്പെട്ടു. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ കണ്ട് പ്രതിനിധികൾ ഈ ആവശ്യം ഉന്നയിച്ചു. മത്സ്യമേഖല കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഇത് പരിഹരിക്കാൻ ലീഗ് വകുപ്പ് ഏറ്റെടുക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. മേഖല ആകെ തകർത്ത് തരിപ്പണമാക്കി, എല്ലാ നിലക്കും ബുദ്ധിമുട്ടായി. ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് മുഹമ്മദ് ശിഹാബ് തങ്ങളോടും ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ദേശീയ ജനറൽ സെക്രട്ടറി കുഞ്ഞാൽ സാഹിബിനോട് പറയുന്നത് മത്സ്യമേഖല പ്രത്യേകമായി UDF ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു ശ്രദ്ധ മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഉണ്ടാവണം എന്നാണ് ഞങ്ങളിപ്പോൾ ആ വകുപ്പ് ലീഗ് മന്ത്രിമാർ ലീഗ് എടുത്താൽ തരക്കേടില്ല എന്ന അഭിപ്രായമുണ്ട്. സാദിഖലി ശിഹാബ് തങ്ങളോട് ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട്. അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് താങ്കൾ പറഞ്ഞിട്ടുമുണ്ട്. തിരൂരിൽ നിന്ന് നിഖിൽ പ്രമേഷ് തത്സമയം ചേരുന്നു. നിഖിൽ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. ഒരു സാങ്കേതിക പിഴവുണ്ട്. നിഖിലിൻ്റെ ശബ്ദം നമ്മുടെ സ്റ്റുഡിയോയിൽ വരെ വരുന്നില്ല. എന്തായാലും മത്സ്യത്തൊഴിലാളി STU ആവശ്യപ്പെടുന്നത് ഫിഷറീസ് വകുപ്പ് ലീഗ് ഏറ്റെടുക്കണം എന്നാണ്. മത്സ്യത്തൊഴിലാളികൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ കടന്നു പോകാൻ അത് അനിവാര്യമാണ് എന്ന് അവർ സാദിഖലി ശിഹാബ് തങ്ങളെ കണ്ട് പറഞ്ഞിരിക്കുന്നു എന്നാണ് നിഖിൽ പ്രമേശിൻ്റെ റിപ്പോർട്ട്. നിഖിൽ സംസാരിച്ചു തുടങ്ങി. പറയൂ നിഖിൽ, പറഞ്ഞോളൂ. മന്ത്രിസഭയിൽ ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന K. ബാബു ആണ്. എന്നാൽ ഇത്തവണ ഈ വകുപ്പ് ലീഗ് ഏറ്റെടുക്കണം. മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്ന 5 വകുപ്പുകളിൽ ഒന്ന് ഫിഷറീസ് ആയിരിക്കണം എന്നുള്ള ആവശ്യമാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ STU ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അവർ പാണക്കാട്ടെത്തി സാദിഖലി ശിഹാബ് തങ്ങളെ കണ്ട് നേരിട്ട് തങ്ങളുടെ ഈ ആവശ്യം അറിയിച്ചിട്ടുണ്ട്. കാരണം മത്സ്യമേഖല വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. വലിയ പ്രയാസങ്ങൾ ആ മേഖലയിലുണ്ട്. അവർക്ക് മത്സ്യബന്ധനം നടത്തി നിത്യവൃത്തി കഴിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണണമെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിന് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ നിന്നുള്ള നിഷേധ വോട്ട് UDFന് സ്വാഭാവികമായിട്ടും ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ മത്സ്യത്തൊഴിലാളികൾ UDFന് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ മുസ്ലിം ലീഗ് ആ വകുപ്പ് ഏറ്റെടുത്ത് മത്സ്യത്തൊഴിലാളി മേഖലയെ സംരക്ഷിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കണം എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ കണ്ട് അവർ ഈ ആവശ്യം ഉന്നയിച്ചു. അദ്ദേഹം അനുഭാവപൂർവ്വം ഇത് പരിഗണിക്കാമെന്നുള്ള ഉറപ്പ് അവർക്ക് നൽകിയിട്ടുമുണ്ട്. ഇത്തവണ പല വകുപ്പുകളും മാറി വാങ്ങിയേക്കുമെന്ന് മുസ്ലിം ലീഗിൽ തന്നെ ചർച്ചയുണ്ട്. അതായത് വിദ്യാഭ്യാസ വകുപ്പ് ഒരുപക്ഷെ കോൺഗ്രസിന് തിരികെ നൽകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പായ ആരോഗ്യ വകുപ്പ് മുസ്ലിം ലീഗ് ഏറ്റെടുത്തേക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഫിഷറീസ് കൂടി ഏറ്റെടുക്കുന്ന കാര്യം മുസ്ലിം ലീഗിന്റെ പരിഗണനയിൽ ഉണ്ടായേക്കും. ഈ അത്തരത്തിലുള്ള ആവശ്യമാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.